ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഈ വ്ളോഗ് എന്തിനാണ് എടുക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം 2 ദിവസം കൂടെ കഴിഞ്ഞ ഓണമാണ്. ഓണം പ്രിപ്പറേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഞാനിപ്പം എൻ്റെ ഒരു പഴയ പാവാടയുണ്ട്, അത് പുള്ളിക്കാരി തയ്ച്ച് നശിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഞാൻ അതിനെ മാറ്റി വേറൊരു ഉടുപ്പാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ പാറ്റേണും കാര്യങ്ങളും എല്ലാം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നാളെയാണെങ്കിൽ ഒരു ഷൂട്ടുണ്ട്, അതും നടക്കുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കാണിക്കാം. പിന്നെ ആണെങ്കിൽ ആ ഷൂട്ട് നടന്നില്ലെങ്കിൽ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് സാരിയൊക്കെ കൊടുത്ത് 2 ഫോട്ടോ ഒക്കെ ഇടുന്നതായിരിക്കും. ഞാൻ അങ്ങനെ അന്നൊന്നും എടുക്കുന്ന ഫോട്ടോ അന്നൊന്ന് പോസ്റ്റ് ചെയ്യുന്ന ഒരാളല്ല. മടിയായതുകൊണ്ട് തന്നെ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസ് എന്നൊക്കെ പറഞ്ഞാൽ 4-5 മാസം പഴയതായിരിക്കും. ഓക്കെ, അപ്പോൾ 2 ഫോട്ടോ ഒക്കെ എടുക്കണം, അതൊക്കെയാണ് പരിപാടി. അപ്പം നമുക്ക് നേരെ സ്റ്റിച്ച് ചെയ്യുന്നതിലോട്ട് പോകാം. സമയം ഏകദേശം ഇപ്പോൾ ഒരു 8:30 ആയിട്ടുണ്ട്. എന്ത് തയ്ക്കുമെന്ന് ആലോചിച്ച് ഞാനൊരു 3/4 മണിക്കൂർ ഇരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ അത് കട്ട് ചെയ്യാൻ പോവാണ് ഗൈസ്. ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഒരു ബാക്ക് പാർട്ടാണ് ഈ കിടക്കുന്നത്, ഫ്രണ്ടൂടെ അങ്ങനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. തുണി അധികം ഇല്ല, അറിയാലോ, പാവാടയ്ക്ക് വെച്ചിരിക്കുന്ന തുണിയാണ്. അപ്പം മെയിൻ ക്ലോത്ത് കാണും, പക്ഷെ ലൈനിങ് ഒത്തിരി ഇല്ല. അപ്പം നമ്മൾ രണ്ടായിട്ട് എന്താ പറയുന്നേ, തുണി ഇല്ലാത്തത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വെട്ടുന്നത്. തുണി തികയോന്ന് എനിക്കറിയില്ല. തുണി തികഞ്ഞാൽ ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലാക്കും. തുണി തികഞ്ഞില്ലെങ്കിൽ ഇതിനെ നേരെ വെട്ടി വല്ല പിള്ളേർക്ക് കൊടുക്കാൻ വെച്ചു കൊടുക്കും. അതാണ് ഇപ്പോഴത്തെ എൻ്റെ പ്ലാൻ. കുറച്ച് കട്ട് പീസുകൾ വെട്ടി ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫാഷൻ തയ്ക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പം സമയം ഏകദേശം 11 മണിയായിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ചു. ഇനി ഇത് തയ്ച്ചിട്ട് നാളെ കാണിക്കാം. ഇത് തയ്ച്ച് നാളെ തീരത്തില്ല, പക്ഷെ എന്നാലും തീരുന്ന അത്രയും നാളെ കാണിക്കാം. ഓക്കെ, ബൈ ഗൈസ്. അപ്പം ഈ വ്ളോഗ് എടുക്കാൻ തുടങ്ങിയിട്ട് 3-4 ദിവസമായി. അപ്പം ഞാൻ തയ്ച്ച ആ ഡ്രസ്സാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ആ ഡ്രസ്സ് നിങ്ങൾക്ക് ഫുള്ളി കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, ബൈ. ഗൈസ്, അപ്പം നമ്മളിപ്പം ടൗണിൽ വരെ പോവാണ്. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. ഇന്ന് ഉത്രാടമാണ്. പണ്ടൊക്കെ ഇങ്ങനെ ഓണമൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഓണമാണെന്നുള്ളൊരു ഫീലൊന്നും ഇല്ല. ഞാൻ ചുമ്മാ എൻ്റെ ഒരു ഡ്രസ്സ് ഇരുന്നത് ഞാൻ തയ്ച്ചു, അതല്ലാതെ എനിക്ക് വലിയ പ്രത്യേകിച്ച് ഒരു ഒന്നും തോന്നുന്നില്ല. സോ നമ്മൾ ഇന്ന് മൈജി വരെ പോവാണ് ഗൈസ്. എന്നിട്ട് അവിടെ ചെന്ന് കുറച്ച് സാധനമൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. അയ്യോ, ഈ വ്ളോഗ് ഇറങ്ങുമ്പോൾ ഓണം കഴിയും, അത് വേറൊരു സത്യം. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. പണ്ടൊക്കെ ഞാൻ തയ്ക്കുന്ന ഡ്രസ്സൊന്നും ഒക്കത്തില്ലായിരുന്നേ. പക്ഷെ ഇപ്പം ഞാനതൊക്കെ പഠിച്ച് തയ്ച്ച് ഇപ്പം ഞാൻ തയ്ക്കുന്ന ഡ്രസ്സൊക്കെ ആക്ച്വലി ഒന്നും ഇല്ലെങ്കിലും ഒക്കുകയും ചെയ്യും. എൻ്റെ അമ്മയുടെ എന്തായാലും സാരി ഞാൻ കളഞ്ഞിട്ടുണ്ടെന്നില്ല. അമ്മയുടെ മാത്രമല്ല, നമ്മളിപ്പം ബന്ധുക്കാരുടെ അല്ലെങ്കിൽ അയൽവക്കത്തെയോ ഒക്കെ സാരി തരും എനിക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് തയ്ക്കാനൊന്നും അറിയത്തില്ല. പക്ഷേ ഞാൻ തയ്ക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സാരിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ ഫുള്ള് വെട്ടി കണ്ടിച്ച് ഞാൻ കളയും, ചുമ്മാ കളയും എല്ലാം. എന്നിട്ട് ശരിയാകത്തൊന്നും ഇല്ല. അതുപോലെ എത്രയോ തുണികൾ മേടിച്ച് കളഞ്ഞിട്ടുണ്ടെന്ന് പറയാം. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എനിക്കൊരു തുണി ഉണ്ടെങ്കിൽ എനിക്ക് അത്യാവശ്യം ഞാൻ തയ്ക്കുന്നത് എല്ലാം ഒക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു സന്തോഷം. പിന്നെ നമുക്ക് ഒരു ഡ്രസ്സ് മേടിച്ചിടുന്നതും നമ്മൾ തയ്ച്ചിട്ട് ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നമ്മൾ തയ്ച്ച ഒരു ഡ്രസ്സ് ഇട്ട് നമുക്ക് പോകുമ്പോൾ നമുക്കൊരു പ്രൗഡ് ഒരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഒക്കുന്നത് കൊണ്ട് എനിക്ക് ആ ഒരു പ്രൗഡ് ഫീലിങ്ങിലാണ് ഞാനിപ്പോൾ. ഇപ്പോഴല്ല, ഞാൻ തയ്ച്ച ഡ്രസ്സൊക്കെ ഇടുമ്പോൾ. അപ്പോൾ അതൊരു ഭയങ്കര സന്തോഷമാണ് ഗൈസ്. എനിക്കറിയത്തൊന്നുമില്ല. ഇങ്ങനെയൊക്കെയല്ലേ ഗൈസ് നമ്മൾ പരിചയപ്പെടുന്നത്. എനിക്കറിയത്തില്ല. ആ ചെറുക്കനെക്കാളും വലിയൊരു ടയറുമായിട്ട്. ദൈവമേ, അവൻ്റെ ആ പോക്ക് കണ്ടോ എൻ്റെ പൊന്നി. ഗൈസ്, അങ്ങനെ നമ്മൾ കാഞ്ഞിരപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട്. നല്ല തിരക്കാണ് ഉത്രാടത്തിനൊക്കെ. പിന്നെ ആണെങ്കിൽ ഇവിടെ അല്ല തിരക്കുണ്ടല്ലോ. നമ്മളിപ്പോ നടക്കുന്നിടത്തില്ല തിരക്ക്, പക്ഷെ തിരക്ക് കാഞ്ഞിരപ്പള്ളിയിലുണ്ട്. ഷോർട്ട് കട്ട് വഴി ഇറങ്ങി നമുക്ക് എവിടെയാ മൈജിയിലോട്ട് പോവാം ഗൈസ്.
പേട്ടക്കവലയില മൈജി. അപ്പം നമ്മൾ ഇതുവഴി നടന്നാണ് പോകുന്നത്. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഓടിപ്പടച്ചവിടെ ചെന്നിട്ട് മൈജി ഒന്നും ഓടിപ്പോത്തിട്ടല്ലോ, അതുകൊണ്ട് നമുക്ക് നടന്നു പോയാൽ മതി. ഇനി മൈജി ചെന്ന് വാഷിംഗ് മെഷീൻ മേടിക്കാൻ വേണ്ടി പോകും. നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ഡ്രെയിനർ പോയി. പിന്നെ അതേ തന്നെ അത് കുറേ വർഷമായി, ഏതാണ്ട് 10 വർഷം കണ്ടായി. അല്ലെ 10 വർഷം കഴിഞ്ഞു. ഒരു മിനിറ്റ്, ആൾക്കാർ വരും. എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല, ആൾക്കാരുടെ മുന്നിൽ പോവാൻ. എൻ്റെയൊക്കെ തൊലിക്കട്ട് പിന്നെ ഭയങ്കര ആയതുകൊണ്ട് എനിക്ക് വലിയ സീനൊന്നുമില്ല. ഇതാണ് ഗൈസ് കാക്കട. ഒരു വഴി തെറ്റിയേ. നമ്മള് ഈ വന്ന വഴിയല്ലായിരുന്നു, നമുക്ക് പേട്ട സ്കൂളിന്റെ അവിടെയായിരുന്നു പോകേണ്ടത്. നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്ന് വെറുതെ അത്രയും നടന്ന് മടുത്ത് മനുഷ്യൻ. ഇനി നമുക്ക് തിരിച്ച് പേട്ട സ്കൂളിന്റെ അങ്ങോട്ട് പോകാം. അയ്യോ, ഗൈസ് അങ്ങനെ നമ്മൾ മൈജിയിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കയറിയിട്ട്, എനിക്ക് സംസാരിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല, കുറച്ച് കോൺഷ്യസ് ആണ്, ആൻഷ്യസ് ആണ്. നമുക്ക് കയറിയിട്ട് കാണാമേ. ഗൈസ് അങ്ങനെ നമ്മൾ മൈജിയിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് സംസാരിക്കുന്നത് കുഴപ്പമില്ല, കാരണം എനിക്ക് പരിചയമുള്ള ചേട്ടനാണ് എല്ലാം കാണിച്ചിടാൻ വേണ്ടിയിട്ടേ. ആ ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട്, സുഹേലിയായിട്ടുണ്ട്. അപ്പൊ നമുക്കിനി മൈജി പോയിട്ട് അതെല്ലാം കണ്ടിട്ട് വരാം. പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? ക്യൂട്ടായിട്ടുണ്ട് ഗൈസ്. ഇങ്ങനത്തെ പ്ലേറ്റ് മേടിക്കും, പക്ഷെ നമ്മളത് കഴിക്കത്തില്ല. വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ മാത്രമേ ഇങ്ങനത്തെ പ്ലേറ്റ് പുറത്തിറങ്ങാറുള്ളൂ. ഗൈസ് തയ്ക്കാൻ അറിയത്തില്ലെങ്കിൽ എന്താ, തയ്യൽ മെഷീൻ കുറവൊന്നുമില്ല. അല്ല, തയ്ക്കാൻ അറിയാം കേട്ടോ, ഞാൻ പറയാം. ആ, ഇതാണ് ഗൈസ്, ഇതാണ് നമ്മൾ മേടിക്കുന്നത് ബ്ലൂ ടു. അങ്ങനെ നമ്മൾ വാഷിംഗ് മെഷീൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കെന്തോ സ്ക്രാച്ച് കാർഡ് ചെയ്യണം. അപ്പോൾ അവർ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ക്രാച്ച് കാർഡിന് എന്തോ 400 സംതിങ് ഡിഫറൻസ് ഒരു കുറയ്ക്കാമെന്ന് പറഞ്ഞേ. അപ്പോൾ സ്ക്രാച്ച് കാർഡ് എടുക്കുവാണെങ്കിൽ 400 സംതിങ് സ്റ്റാർട്ടിങ് തൊട്ടങ്ങാണ്ട് കിട്ടും. അപ്പം നമുക്ക് നല്ല ലക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് ഇപ്പം അറിയാം. ആക്ച്വലി നമ്മുടെ ലക്കിൻ്റെ ബേസിലാണെങ്കിൽ നമുക്ക് ഇന്ന് മുട്ട കിട്ടുന്നതാണ്. അപ്പം നമുക്ക് അവിടെ പോയിട്ട് നോക്കാവേ. പോക്കറ്റ് പേഴ്സ് കീറിയതാണേലും എന്നാ പൈസയുണ്ടല്ലോ. അയ്യോ, നല്ല ലക്കാണ്. എന്നെ കാണിച്ചു, നല്ല ലക്കാണ് ഗൈസ്. എനിക്ക് വേണ്ട. എടുത്തിട്ടുണ്ട്. നമുക്ക് കിട്ടിയത് ഒരു നമുക്ക് കിട്ടിയത് ഫ്ലാസ്ക് ആണ് കേസ്. തന്നെ എനിക്ക് ലക്കൊക്കെ കുറവായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഫ്ലാസ്ക് ആണ് കിട്ടിയത്. ഇനി നമുക്ക് തയ്യൽ മെഷീൻ്റെ ഒരു സംഭവം കൂടെ നോക്കാമേ, എന്നിട്ട് ഇവിടുന്ന് പോവാം ഗൈസ്. നമുക്കൊരു സോഷ്യൽ ആൻസൈറ്റി ഒക്കെ മാറി. ഇപ്പൊ ആൾക്കാരൊക്കെ നിൽക്കുമ്പോൾ കണ്ടോ ആൾക്കാരൊക്കെ കണ്ടു ഗൈസ്. ആ സ്കീം നമുക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും ഒരു സാധനം പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കിനും ഇത്ര ആ കറക്റ്റ് എമൗണ്ട് എങ്ങാണ്ട് അടച്ചാൽ നമുക്ക് സ്ക്രാച്ച് ആൻഡ് വിന്ന് കിട്ടും. ഓക്കെ, അത് സ്ക്രാച്ച് ചെയ്തപ്പോഴത്തേക്കിനും എനിക്കെന്തോ ഡിസ്കൗണ്ട് എമൗണ്ടും കിട്ടി. പിന്നെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ്, ആ എമൗണ്ട് നമുക്ക് വേണമെങ്കിൽ നമ്മൾ എടുക്കുന്ന സാധനത്തിൽ നിന്ന് കുറയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് ആ എമൗണ്ടിന് പർച്ചേസ് ചെയ്യാം. ഓക്കെ, അപ്പം ഞങ്ങൾ ആ 400 സംതിങ് രൂപയാണ് കിട്ടിയത്. നമ്മൾ ആദ്യ എമൗണ്ടിന് എന്തെങ്കിലും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ ആണെങ്കിൽ നമുക്ക് കിട്ടിയ ഫ്ലാസ്ക് എക്സ്ട്രാ തരും. ഓക്കെ, അപ്പോൾ അതെനിക്ക് നല്ലൊരു ഓഫറായിട്ട് തോന്നി. നമുക്ക് 400 എത്ര രൂപയുടെ എന്തെങ്കിലും സാധനം നോക്കാമേ. ഇതല്ലേ ഇടൂ, പേടിക്കണ്ട. ഗൈസ് അങ്ങനെ നമ്മൾ വാഷിംഗ് മെഷീൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യൽ മെഷീൻ അത് നമ്മൾ എടുത്തു.
ഓക്കെ, ഇനി സ്ക്രാച്ച് ആൻഡ് വിൻ ഈ തയ്യൽ മെഷീൻ എടുക്കുന്ന ഒരെണ്ണത്തിനും കൂടെ കിട്ടും. എനിക്ക് ഭയങ്കര ലക്കായതുകൊണ്ട് ഓരോരുത്തർക്ക് കിട്ടുന്നത് TV, ഫ്രിഡ്ജ്, കാറ്, മൊബൈല്, അതൊക്കെ മുംബൈ, അതും വയറില്ലാത്തത്. ഓക്കെ, ഞാൻ എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് ഫ്ലാസ്ക്. ഫ്ലാസ്ക് എനിക്ക് ഫ്ലാസ്ക്. ഓക്കെ, അപ്പോൾ ഇനി ഒരു സ്ക്രാച്ച് ആൻഡ് വിന്നും കൂടെ ഉണ്ട്. അത് ഞാൻ എടുക്കുന്നില്ല, വിഷ്ണു എടുക്കും. എനിക്ക് വേണ്ടിയിട്ട് അവർ ഫോൺ എടുക്കുന്നു, എന്നിട്ട് അത് വിഷ്ണുവിന് ഞാൻ കൊടുക്കും. കിട്ടിയാൽ ഗൈസ്, ഞാനപ്പം ഓണക്കോടി എടുക്കുന്നില്ല. അല്ലെ തന്നെ എനിക്ക് പണ്ടൊക്കെ ആയിരുന്നു ഓണക്കോടിയുടെ. ഇപ്പം എനിക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ തയ്ച്ചല്ലോ എനിക്കുള്ളത്. അത് പകരം ഞാൻ ഒരു മെഷീൻ എടുത്തിട്ടുണ്ട്. അല്ല, പറ്റിയെങ്കിൽ ഒരു ജീൻസും കൂടെ ഞാൻ എടുക്കും. അതെ അതെ അതെ, ഞങ്ങൾ ഐഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് വന്നു, പക്ഷെ സ്റ്റോക്ക് ഔട്ട് ആയി പോയെന്ന് പറയാൻ പറഞ്ഞു. അപ്പം നമുക്ക് പിന്നെ കാണാം ഗൈസ്. നമ്മളങ്ങനെ ആ കുപ്പി എടുക്കണ്ടത് കൊള്ളത്തില്ല. ദേ, ഞാൻ വെള്ളം കുടിക്കുന്ന കുറവാണ്. എനിക്ക് ശരീരത്തിൽ ബ്ലഡൊന്നുമില്ല. വെള്ളം കുടിച്ചാൽ ബ്ലഡ് വരുമെന്ന് എനിക്കറിയില്ല. പക്ഷെ വെള്ളം കുടിക്കാൻ നമ്മൾ ഈ ഒരു കുപ്പി എടുത്തു. എൻ്റെ നഷ്ടമാണ്, ചുമ്മാ വെച്ചിട്ട് പോകും. ഈ കുപ്പി എൻ്റെ കുപ്പിയാണ് നല്ലത്. 300 രൂപയ്ക്ക് ഇവര് അതിനെത്രയടി? ഇതിന് 119 രൂപ ഓഫർ. അതൊക്കെ എന്നാത്തി ചുമ്മാ നഷ്ടക്കളി. പിന്നെ അത് നീ വേറെ ആഴ്ച എടുക്കുന്നല്ലേ? സൂപ്പ് സ്പൂൺ എടുക്കുക. സൂപ്പ് സ്പൂൺ നമുക്ക് സൂപ്പില്ല, നമുക്ക് കഞ്ഞിയൊക്കെ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അത് മറ്റേ കടുകൊക്കെ വറുക്കുന്ന സാധനം സുന. അത് പാനാമേ, പാൻ. പാനോ ഇതാ തടുക്ക. ഈ തടുക്ക എടുത്താൽ തടുക്ക. എന്റെ പൊന്നെ, 2 കത്തി അങ്ങ് മേടിക്ക, കുത്തി കളിക്കാം. അതെങ്ങനെയുണ്ട് കത്തി എടുക്കാൻ? ഭഗവാനെ, ഞാൻ ഏതെടുക്കും? ഈ സ്വർണ്ണ സ്പൂൺ മേടിക്കാമേ. സ്വർണ്ണ സ്പൂണാ അമ്മേ, സ്വർണ്ണ സ്പൂൺ മേടിക്കാം. അതെന്നാ അതിൻ്റെ അകത്ത് കഞ്ഞി കുടിച്ചാൽ തന്നെ ഇറങ്ങത്തില്ലേ അല്ലേ? വിശക്കുന്നല്ലോ. ഒരു വക ഞാൻ തിന്നിട്ടില്ല. എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. ആ ചേട്ടൻ പറഞ്ഞത് ഇവിടുന്ന് ഒരു 8 മണിയാകുമ്പോൾ ഇറങ്ങാന്ന്. അപ്പോൾ നമ്മൾ വന്നിട്ട് തന്നെ 2-2.5 മണിക്കൂറായി. കിഴക്ക് അങ്ങോട്ട് വിഷ്ണു. അടുത്ത ഫ്ലാസ്ക് ആയിരിക്കും. ക്യാഷ് ബാക്ക് വോച്ചറും. അത് തന്നെ, അതൊക്കെ തന്നെ. അങ്ങനെ നമ്മൾ മൈജിന്ന് കയറിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഒരു മസ്കാര മേടിച്ചു. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞായിരുന്നു മസ്കാര, അത് ഞാൻ ഈ വ്ളോഗിൽ അങ്ങ് സെറ്റാക്കി. അപ്പം നമുക്ക് കുറേ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം. പിന്നെ ആണെങ്കിൽ നമ്മളിത് നേരെ ഒന്നെങ്കിൽ വീട്ടിലോട്ട് അല്ലെങ്കിൽ ഫുൾപേ പോവാണ് ഗൈസ് സാധനമൊക്കെ മേടിക്കാൻ. അപ്പം ടാറ്റാ. നമുക്ക് 2 ചായ കുടിക്കാം. കാരണം വിശക്കുന്ന രാവിലെ തൊട്ട് നമ്മളൊന്നും കഴിച്ചില്ല. നമ്മളല്ല, ഞാൻ ഒന്നും കഴിച്ചില്ല. അപ്പം 3 ചായ. പോയാലും ആദ്യം മേടിക്കുന്നത് പപ്സാണ്. അത് മീറ്റ് പപ്സ്, മീറ്റ് പോലത്തേക്കാണ് ഞാൻ കഴിക്കുന്നത്. അപ്പം നമുക്ക് ഇനി ചായ കുടിക്കാം. എന്നിട്ട് നമുക്ക് നേരെ തുണി മേടിക്കാൻ വേണ്ടിയിട്ട് പോയാൽ നല്ല ചായയാണ് ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടമാണ്. ഏലക്കൊക്കെ ഇടുന്ന ചായ. സോ ചായ കുടിക്കാം. പിന്നെ ഈ മൂക്കുത്തി ഉണ്ടോ, ഈ കമ്മലിന് ഈ മൂക്കുത്തി മാച്ചല്ലേ, ഇത് മേടിച്ചിട്ട് കുറേ ആയി. പക്ഷെ ഈ കമ്മല് മേടിച്ചിട്ട് കുറേ ആയി, ഞാൻ ഇതുവരെ ഇത് ഇട്ടിട്ടില്ല. അപ്പോൾ ഈ കമ്മല് ചേരാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഡ്രസ്സിൽ എംബ്രോയിഡറിയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ കമ്മല് ചെയ്തല്ലോ, മൂക്കുത്തി ഇട്ടു. നാളെ വന്ന് എന്നെ എടുക്കാൻ വേണ്ടിയിട്ടിരുന്നു, പക്ഷെ നാളെ കടയില്ല. അപ്പോൾ നമ്മൾ ഫുൾപേ വന്നിട്ടുണ്ട്. വിഷ്ണുവിൻ്റെ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് നമ്മൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങി വാഷിംഗ് മെഷീൻ അവരുടെ സ്റ്റോർ റൂമിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പോകണം.
ഇത് തന്നെ എടുത്തോ, ഇതിൽ എൻ്റെ ഐഡൻറ്റിറ്റി വരെ ഉണ്ട്. തിരിച്ച് വായിക്കണം. ഫാഷൻ ഡിസൈൻ. ഗൗരി എടുക്കുന്നത് കൊള്ളാതിരിക്കുമോ? ഇത് വെക്ക്, ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതി. എടുക്ക്. അമ്മ ഇവിടെ ഒന്ന് പിടിച്ചേ, അമ്മ ഇറ്റ ഒന്ന് പിടിച്ചേ. ഇത് മതി. സുണ്ടാപ്പി ആയിട്ടുണ്ട്. ഇതെടുത്തു. വീട്ടിൽ പോകാം, പെട്ടെന്ന് വീട്ടിൽ പോകാം ഗൈസ്. കുടുംബസമേതോ ഞാൻ എന്തി ഇവിടെ നമ്മളങ്ങനെ കുറച്ച് പൂവും മേടിച്ചു. പിന്നെ ചെരുപ്പ് മേടിക്കണം. എനിക്ക് ഡ്രസ്സൊന്നും മേടിച്ചില്ല, വിഷ്ണുവിനാണ് മേടിച്ചത്. കാരണം എനിക്ക് മെഷീൻ, എനിക്കത് മാത്രം മതി. ഞാൻ അത്ര ആഗ്രഹിച്ചുള്ളൂ. ഓണമായിട്ട് അല്ല, എല്ലാ തവണയും ഓണത്തിന് വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇത്തവണ നമ്മൾ അത്തപ്പൂക്കളം പോലും ഇടുന്നില്ല. കാരണം അതൊക്കെ ഓവർ ചിലവാണ്. പൂവൊക്കെ മേടിച്ച് അത്തപ്പൂക്കളം ഇടുക. അപ്പോൾ ഞങ്ങൾ പ്ലാസ്റ്റിക് പൂ മേടിച്ചു, പക്ഷെ അത് വെച്ച് ഇടുന്നില്ല. പറ്റിയെങ്കിൽ നാളെ പോയിട്ട് സാരിയൊക്കെ കൊടുത്ത് അമ്പലത്തിലൊന്ന് ഫോട്ടോ ഒക്കെ എടുക്കണം. അതൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗ് അടുത്ത ഓണത്തിനിടാം. അപ്പം അത്രയുള്ളൂ. ബൈ ഗൈസ്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് മാഞ്ചോട്. ഇതിന് എന്തുകൊണ്ട് മാഞ്ചോടെന്ന് പറഞ്ഞതറിയോ? അത് മാവിൻ്റെ ചോട്ടിലാണ് ഈ കടയൊക്കെ ഉള്ളത്. അങ്ങനെ മാവിൻ്റെ ചോട്ടിൽ എന്ന് പറഞ്ഞു കടയുടെ പേര് മാഞ്ചോടെന്ന്. ഈ മാവ് മുറിച്ച ഈ കടയ്ക്ക് എന്ത് പേര് വരും? ഒന്നും വരത്തില്ല. ഇതൊക്കെ കണ്ടുപിടിച്ച ഒന്നാമത്തെ കൃഷ്ണപ്പരുന്ത് അല്ല, കൃഷ്ണപ്പരുത്തും പൊട്ടെ എന്നെ കൃഷ്ണപ്പടവാ പറവ. ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ സാധനമൊക്കെ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ.